നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ഷാഫിയെ മരണം തേടിയെത്തിയത് കേവലം 56 വയസ്സ് മാത്രമുള്ളപ്പോഴാണ്. 56 വയസ്സെന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പമാണ്. ഈ ചെറിയ പ്രായത്തിനുള്ളിൽ ഒരുപാട് ജീവിത വഴികളിലൂടെ കടന്നുപോയി മലയാളികളെ ഏറെ ചിരിപ്പിച്ച ഹിറ്റ് സിനിമകൾ ഏറെ സമ്മാനിച്ച ഷാഫി മരണത്തിന് കീഴടങ്ങുമ്പോൾ അത് ഏറെ വേദനയുണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഷാഫിയുടെ പ്രിയപ്പെട്ട അമ്മാവൻ ഷാഫിയെ സിനിമയിലേക്ക് കൊണ്ടുവന്ന സിദ്ദിഖ് മരിച്ചിട്ട് 2 വർഷം തികയുന്നതിന് മുൻപ് സിദ്ദിഖിൻ്റെ പാതയിലൂടെ സിനിമയിലെത്തി ഷാഫി മരണം വരിക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് അത് നഷ്ടം തന്നെയാണ്. തലച്ചോറിൽ രക്തസ്രാവത്തെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഷാഫിയെ ഗുരുതരാവസ്ഥയിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ വെച്ച് ഇന്നലെ രാത്രി 11:30 മണിക്ക് ശേഷമാണ് ഷാഫി മരണത്തിന് കീഴടങ്ങുന്നത്. ഷാഫിയുടെ മരണവാർത്ത സഹോദരൻ റാഫിയെയും കുടുംബാംഗങ്ങളെയും മാത്രമല്ല മലയാള സിനിമാ പ്രേമികളെ മുഴുവൻ വേദനിപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ചെറിയ പ്രായത്തിൽ ഷാഫിയെ മരണം തേടി എത്തിയതുകൊണ്ട് തന്നെ. എറണാകുളം പുല്ലേപ്പടിയിലെ തറവാട്ടിൽ ഏതാണ്ടൊരു കൂട്ടുകുടുംബം പോലെയാണ് ഷാഫിയും റാഫിയും ബന്ധുക്കളുമൊക്കെ താമസിച്ചിരുന്നത്. അവരുടെ തന്നെ ഭാഗമായിരുന്നു അകാലത്തിൽ മരിച്ചുപോയ കൊച്ചിൻ ഹനീഫയും സംവിധായകൻ സിദ്ദിഖും. ഇപ്പോൾ ഷാഫിയും മരണത്തിന് കീഴടങ്ങുമ്പോൾ വളരെ നേരത്തെ ആ ചിരിക്കുന്ന കുടുംബത്തെ ദൈവം എന്തുകൊണ്ട് വിളിച്ചുകൊണ്ടു പോകുന്നു എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. ഷാഫിയുടെ കുടുംബത്തിൻ്റെ പൊതു സ്വഭാവമാണ് ചിരി. ഏത് പ്രതിസന്ധിയെയും ചിരി കൊണ്ട് നേരിടുന്ന ഷാഫി വളരെയേറെ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് കടന്നുപോയത്. ഒരഭിമുഖത്തിൽ ഈ സിനിമയൊക്കെ എങ്ങനെയാണ് ഹിറ്റാവുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു സിനിമ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് റേഷനരി കടന്നു വരും എന്നാണ് ഷാഫി പറഞ്ഞത്. ഏതാണ്ട് 10 വർഷത്തോളം കല്ല് കടിക്കുന്ന റേഷനരിയുണ്ട് പട്ടിണി അകറ്റിയ ഒരു ചരിത്രം ഷാഫിക്കുണ്ട്. ഷാഫിയുടെ പിതാവിന് ക്രോംപ്ടൺ ഗ്രീവ്സിലെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ അമ്മ തയ്യൽ പണിയെടുത്താണ് കുടുംബത്തെ പോറ്റിയത്. ഷാഫിയും സഹോദരൻ റാഫിയും 10ാം ക്ലാസ്സിന് ശേഷം പഠനം നിർത്തി എന്തെങ്കിലുമൊക്കെ പണിക്ക് പോകും. ഷാഫി ഒരു ബന്ധുവിൻ്റെ ബാഗ് കടയിലെ പണിയെടുത്താണ് കുടുംബം നടത്തിയത്. റാഫി ആകട്ടെ സിദ്ദിഖിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് നേരത്തെ തന്നെ മിമിക്രിയിലേക്ക് നീങ്ങിപ്പോയത് കൊണ്ട് തന്നെ ആ കുടുംബത്തിന് ഉത്തരവാദിത്വം മുഴുവൻ ഷാഫിക്കായിരുന്നു. പിന്നീട് റാഫി സിദ്ദിഖിൻ്റെ പാതയിലൂടെ സിനിമയിലെത്തുന്നു, സിനിമ സംവിധായകനാകുന്നു. റാഫിയുടെ പാതയിലൂടെ ഷാഫിയും സിനിമക്കാരനാവുന്നു. വളരെ ശാന്തനായ ഒരു സംവിധായകനെയാണ് സിനിമാ ലോകം ഷാഫിയിലൂടെ ഓർക്കുന്നത്. പല സംവിധായകരും സെറ്റിലൂടെ അലറി വിളിച്ച് നടക്കുമ്പോൾ എത്ര റീടേക്ക് എടുക്കേണ്ടി വന്നാലും നിശബ്ദമായി പുഞ്ചിരിച്ചുകൊണ്ട് അതിന് കാത്തിരിക്കുന്ന ഒരു സംവിധായകനായിരുന്നു ഷാഫി. ജീവിതാനുഭവങ്ങളുടെ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത ഷാഫി മലയാളികളെ കുടുകുട ചിരിപ്പിക്കുന്ന ഒന്നല്ല അനേകം സിനിമകൾ സമ്മാനിച്ചു. കല്യാണരാമനും മായാവിയും, തൊമ്മനും മക്കളും, പുലിവാൽ കല്യാണവും, മേരിക്കുണ്ടൊരു കുഞ്ഞാടും, മേക്കപ്പ് മാനും, ചോക്ലേറ്റും, ചട്ടമ്പിനാടും, 2 കൺട്രീസും ഒക്കെ ഷാഫിയുടെ അസാധാരണമായ സിനിമാ മികവിൻ്റെ ഉദാഹരണങ്ങളായി എക്കാലത്തും ഉണ്ടാവും. എത്ര തവണ ടെലിവിഷനിൽ കണ്ടാലും വീണ്ടും വീണ്ടും കാണാൻ ആളെത്തുന്ന പ്രേക്ഷകർ, സോഷ്യൽ മീഡിയയിൽ എക്കാലത്തും സജീവമായി നിൽക്കുന്ന ചില കഥാപാത്രങ്ങൾ, അത് മായാവിയിലെ സലിം കുമാറിൻ്റെ ശ്രാങ്കാണെങ്കിലും ചട്ടമ്പിനാട്ടിലെ സ്വരാജ് വെഞ്ഞാറമൂടിൻ്റെ ദശമൂലം ദാമുവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത്തരം ഒരുപാട് കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടാണ് ഷാഫി കടന്നുപോയത്. ഷാഫി പരിചയപ്പെടുത്തിയ ആളുകളിലൂടെയാണ് വാസ്തവത്തിൽ റാഫി സിനിമക്കാരനാവുന്നത്. പിന്നീട് റാഫി ഷാഫിയെ സിനിമയിൽ എത്തിക്കുന്നത് ഒരു ക്ലാപ്പ്മാനായാണ്. ക്ലാപ്പ്മാനായി തുടങ്ങി മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയനായ സംവിധായകനായി തിളങ്ങി നിന്ന ഷാഫി അകാലത്തിൽ മരിക്കുമ്പോൾ സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത് നിരാശയും വേദനയുമാണ് സമ്മാനിക്കുന്നത്. പ്രിയപ്പെട്ട ഷാഫിക്ക് മറുനാടൻ കുടുംബത്തിൻ്റെ ആദരാഞ്ജലികൾ.